അയ്യാ വണക്കം. ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ്. ഈ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യൂ ധനുഷേ, ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യൂ ധനുഷേ എന്ന് പറഞ്ഞ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് വന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. സംഭവം വേറൊന്നുമില്ല. ഈ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന് പറയുന്നത് പല ലോക രാജ്യങ്ങൾ സന്ദർശിച്ച് എന്നെക്കാട്ടിലും ബുദ്ധിയുള്ള ആരും ഈ ലോകത്തില്ല. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഈ ലോക രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ പല പല രീതിയിലുള്ള എക്സ്പീരിയൻസ് എനിക്ക് വരും. ഞാനൊരു പുരോഗമനവാദിയാണ്, അറിയാമല്ലോ. ഈ ലോക രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള പൈതൃകം, സംസ്കാരം എല്ലാം എനിക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പണ്ടത്തുള്ള നമ്മുടെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് വിവരം ഉണ്ടാവണമെന്നില്ല, വിവരം ഉള്ളത് കൊണ്ട് വിവേകം ഉണ്ടാകണമെന്നില്ല. കാരണം ഇത് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റാണ്. നിങ്ങളിപ്പോൾ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായിരിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിവരമുള്ളവനാകണം എന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പോലീസുകാരുണ്ട്. പോലീസുകാരെന്താണ്? നീതിയുടെ നിർവഹണം നടത്തേണ്ട ആൾക്കാരാണ്. പക്ഷേ പോലീസുകാർക്കിടയിൽ മോശപ്പെട്ട ആൾക്കാരില്ലേ? അതാണ് പറയുന്നത്. വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് എന്തുണ്ടാകണമെന്നില്ല, വിവരം ഉണ്ടാകണമെന്നില്ല, വിവരമുള്ളത് കൊണ്ട് വിവേകം ഉണ്ടാകണം എന്നില്ല എന്നുള്ളത്. എന്തായിരുന്നാലും നമ്മുടെ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് ഒരു പ്രസ്താവന നടത്തി. 2-3 ദിവസം മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയാണ്. ഒരുപാട് പേരിങ്ങനെ വന്ന് കമൻറ്റ് ബോക്സിൽ കിടന്ന് ബഹളം വയ്ക്കുന്നത് കൊണ്ടാണ് ഈ മുതുകണ്ട എന്ത് പ്രസ്താവനയാണ് നടത്തിയതെന്ന് ഞാനൊന്ന് പരിശോധിച്ച് നോക്കിയത്. അപ്പോൾ കാണാണ്ടടാ ഇരിക്കുന്നു, എനിക്ക് യുക്രൈനിൽ പോകാൻ പറ്റുന്നില്ല. യുക്രൈനിൽ പോകാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഇതുപോലൊരു കെണ്ടാന്തരം പിടിച്ച പാസ്പോർട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മുടെ രാഹുൽ ഗാന്ധി ഏത് വിദേശ രാജ്യത്ത് പോയിരുന്നാലും പറയുന്ന ഒരു വാചകമുണ്ട്. അതായത് ഇന്ത്യ പോലൊരു മോശം രാജ്യത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മോശം എന്ന് പറഞ്ഞാൽ മോശം ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ഷെമ്മിയുടെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത് പറയുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ വേറെ പല വ്ളോഗർമാരും വേറെ പല ട്രാവലോഗ് നടത്തുന്ന ആൾക്കാരും നമ്മുടെ രാജ്യത്തുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. അവർക്കൊന്നുമില്ലാത്ത ഒരു പരാതിയാണ് മാഹീൻ എന്ന് പറയുന്ന ഈ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിന് പല ലോക രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴുള്ളത്. ഇന്ത്യൻ പട്ടാളക്കാരെക്കുറിച്ച് പരാതിയുണ്ട്, ഇന്ത്യയുടെ പല സിസ്റ്റങ്ങളെക്കുറിച്ചും പരാതിയുണ്ട്, ഇന്ത്യയിലെ പല ചെയ്തികളെക്കുറിച്ചും പരാതിയുണ്ട്. അങ്ങനെ ഇന്ത്യയെ പറ്റി കുറ്റം പറയാൻ മാത്രമാണ് ഇവൻ ലോക രാജ്യങ്ങളിൽ കറങ്ങുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ഇവൻ പടച്ചുവിട്ട ഒരു കുറ്റമാണ് പാസ്പോർട്ടും. ഇന്ത്യൻ പാസ്പോർട്ടിന് വിലയില്ല എന്നുള്ളത്. സംഖ്യകളെല്ലാം കൂട്ടത്തോടെ ഇളവി. സംഖ്യകൾ കൂട്ടത്തോടെ ഇളവിയ ശേഷം ഇവൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും വിളി തുടങ്ങി. സ്വാഭാവികമായിട്ടും അവർക്ക് അതേ അറിയാവൂ എന്നുള്ളതാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മാഹീൻ ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇരവാദം മുഴക്കി. എന്നെ ഒരു തെറി പറയുന്നു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പോരാത്തതിന് ബാക്കിയുള്ള സുഡാപ്പികളെല്ലാം ഇയാളുടെ സപ്പോർട്ടിനെത്തി. ഇന്ത്യൻ പാസ്പോർട്ടിന് വിലയില്ല, അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് വളരെ മാന്യമായ രീതിയിൽ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പ്രചരിപ്പിച്ചു. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഒരു മഞ്ഞൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. പാസ്പോർട്ടിൽ ഒരു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ആ അമേരിക്കൻ വിസയ്ക്ക് ഈ ഒരു ഫുള്ള് പാസ്പോർട്ടിനെയും കാട്ടി വില ഉണ്ട്. മാഹിൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യാത്രികനാണ്, നാട്ടുകാരനാണ്. പക്ഷെ ഈ പറഞ്ഞ ഒരു ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. നിസ്സഹായരാണ് നമ്മൾ എന്നുള്ളതാണ് അതിന്റെ സത്യം. അതായത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ജോലിക്ക് ഒരു രാജ്യത്ത് പോകണ കണക്കല്ല, നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാസ്പോർട്ട് അല്പം ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നമ്മൾ വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് നാട്ടിൽ താമസിക്കുന്ന ഒരാളാണ്. ഞാൻ ഇന്ത്യൻ പാസ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇഷ്ടം ഇന്ത്യൻ പാസ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അപ്പോൾ അതിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് 70 രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന, ഈ എല്ലാ കോണ്ടിനെന്റിലും വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് യൂറോപ്പിൽ പോകണമെങ്കിൽ ഒരു അമേരിക്കൻ പാസ്പോർട്ടുള്ള ഒരാളെ പോലെ എനിക്ക് ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഒരാൾക്ക് പോകാൻ പറ്റില്ല. നമ്മൾ അത്രയും ആ വിസ പ്രോസസ്സ് ചെയ്ത് ആ സൈക്കിളിലൂടെ പോയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ആ വിസ പ്രോസസ്സ് ഫുൾഫില്ലായാൽ മാത്രമേ എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇതിൽ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഒരു US വിസ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പിക്ചർ മാറുകയാണ്. ഞാൻ US വിസ എടുത്തിട്ട് എനിക്ക് തോന്നുന്നൊരു 8 വർഷമാവും, കഴിയാറായി. ഇപ്പം ഇല്ല 9 വർഷമായി, കഴിയാറായി. അപ്പം ഈ US വിസ കിട്ടിയ ഉടനെ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഒരു കഥ മാറുകയാണ്. എനിക്കിപ്പോൾ UAE പോകണമെങ്കിൽ വിസ ഉണ്ട്, ചെന്നിറങ്ങി അവിടെ ഓൺലൈൻ അടിക്കാം. ഫിലിപ്പീൻസിൽ ഓൺലൈൻ അടിക്കാം. ടർക്കിയിൽ $40 എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അടിക്കാൻ പറ്റും. അപ്പം ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരുടെ USന്റെ വിസ പ്രോസസ്സിങ്ങിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതായത് അവർ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. പിന്നെ അപ്പോൾ US വിസ വരുമ്പോഴത്തേക്കും ഓൾറെഡി വെരിഫൈഡ് ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ ഈ പറയുന്ന സംഭവം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് നല്ലൊരു ചോയ്സാണ് ആക്ച്വലി. അപ്പം ഇനി അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു US ഷെങ്കനോ വിസ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിന്റെ വാല്യൂ കൂടും. നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാം, നമ്മുടെ പാസ്പോർട്ടിന്റെ വാല്യൂ കൂട്ടുകയും ചെയ്യാം. അത് നല്ലൊരു ചോയ്സാണ്.
പക്ഷേ നമ്മൾ ഈ 150 കോടി ജനങ്ങളുള്ള രാജ്യമല്ലേ. അപ്പം അതുകൊണ്ട് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടല്ല നമ്മൾ ഒരു ആസ് എ കൺട്രി എന്ന രീതിയിലുള്ള പാസ്പോർട്ടിൻ്റെ പ്രശ്നമല്ലത്. അത് നമ്മൾ ഇത്രയും വലിയൊരു രാജ്യമാണ്. അപ്പം അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാത്തതാണ്. ഇനിയാണ് കഥ എന്ന് പറയുന്നത്. ഇന്ത്യൻ പാസ്പോർട്ട്, യഥാർത്ഥത്തിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് വിലയില്ലേ എന്ന് ചോദിച്ചാൽ, ഒരു പാസ്പോർട്ടിൻ്റെ വില നിർണ്ണയിക്കുന്നത് ആരാണ്, ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ വളരെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഈ വിഷയം എന്ന് പറഞ്ഞുതരാം. ഒരു പാസ്പോർട്ടിൻ്റെ വില എവിടെയാണ് നിർണ്ണയിക്കുന്നത്, ഇതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ മാനദണ്ഡം എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടിൻ്റെ വില എന്നുള്ളതിരിക്കുന്നത് ഈ പാസ്പോർട്ട് വെച്ച് വിസയില്ലാതെ നമുക്ക് എത്ര രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാം എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഈ പാസ്പോർട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വിസ വേണ്ട, ഒരു രാജ്യത്തിലേക്ക് പോകാം. ഉദാഹരണത്തിന് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് നമുക്ക് നേപ്പാളിൽ പോകാം, വിസ വേണ്ട. അങ്ങനെ 62 രാജ്യങ്ങളിൽ, ഈ ലോകത്ത് 200 രാജ്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. 62 രാജ്യങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല, സത്യം അതാണ്. ഇപ്പം നിലവിൽ 62ഓളം രാജ്യങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. അതുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ടിന് അത്ര വിലയില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. 62 രാജ്യങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാം. പിന്നെ പ്രധാനമായിട്ട് ഇവർ ഉന്നയിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ പാസ്പോർട്ടിനെക്കാട്ടിലും വിലയുള്ള സാധനമാണ് അമേരിക്കൻ വിസ. അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ നമുക്ക് ആ വിസ മാത്രം മതി, ഇന്ത്യൻ പാസ്പോർട്ടിനൊന്നും അവിടെ ഒരു വിലയില്ല. അമേരിക്കൻ വിസ വെച്ച് നമുക്ക് ഏത് രാജ്യത്ത് വേണോ ചുമ്മാ ചെന്ന് കയറാം എന്നൊക്കെയാണ് ഇവറ്റകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ് സംഭവം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര കൊല്ലമായി? നിൻ്റെ അടുത്താണ് സുഡാപ്പി, എത്ര കൊല്ലമായി? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70-ലധികം വർഷമായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതേസമയം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര കൊല്ലമായി? 170 വർഷമായി. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്ക അവിടെ സ്വാതന്ത്ര്യം നേടിയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സമയത്ത് അമേരിക്ക എവിടെ നിൽക്കുകയായിരുന്നു? അമേരിക്ക ആ സമയത്ത് ലോകരാജ്യത്തിലെ ലോകശക്തിയായിരുന്നു അമേരിക്ക. അതായത് വേൾഡ് വാർ 2 നടന്നു കഴിഞ്ഞ് യൂറോപ്പ് തകർന്നു. യൂറോപ്പ് തകർന്നെന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് തകർന്നു. ഹിറ്റ്ലറുടെ മരണമുണ്ടായി, യൂറോപ്പ് സമ്പൂർണ്ണമായി തകർന്നു. അമേരിക്ക കയറി അങ്ങ് ക്ലച്ച് പിടിച്ചു. അമേരിക്ക കയറി ക്ലച്ച് പിടിച്ച് ആ ജപ്പാനിലെ ഹിറോഷിമ നാഗസാക്കിയിൽ ഒരു അണുബോംബ് കൂടെ ഇട്ടപ്പോൾ അമേരിക്ക ലോകശക്തിയായിട്ട് മാറി. അതിനുശേഷമാണ് അമേരിക്കയുടെ ഡോളറിൻ്റെ വളർച്ചയൊക്കെ വരുന്നത്. അതൊന്നും നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും അമേരിക്ക അങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ചു. ലോകം മുഴുവൻ അമേരിക്കയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമുക്കിവിടെ എടുക്കാം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 കൊല്ലത്തിലേറെ, അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 170 വർഷത്തിലേറെയായി. ഈ അമേരിക്ക 1776 ജൂലൈ 4 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അമേരിക്കയിൽ ഉണ്ടാകുന്നത്, അതായത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം അമേരിക്കയിൽ ഉണ്ടാകുന്നത്. അതിനുശേഷം 1789 ജോർജ് വാഷിങ്ടൺ എന്ന് പറയുന്ന വ്യക്തി അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് അധികാരമേറി. എപ്പോഴാണ്? 1789 ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് അധികാരത്തിൽ ഏറുന്നത്. അതിനുശേഷം അമേരിക്ക ഏത് രീതിയിലാണ് വളർന്നു വന്നത്? അമേരിക്കയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 1860 മുതൽ 1900 വരെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് സിവിൽ വാർസ്, അത് കഴിഞ്ഞ് വേൾഡ് വാർ 1, വേൾഡ് വാർ 2. വേൾഡ് വാർ 2 ലോകരാജ്യങ്ങൾക്ക് ആയുധങ്ങളെല്ലാം വിറ്റ് ലോകരാജ്യങ്ങളെ സമ്പൂർണ്ണമായിട്ട് പിടിച്ചടക്കി അമേരിക്ക അങ്ങനെ വിചാരിച്ച് ലോകശക്തിയായി മാറി. ആണോ? ആണ്. അമേരിക്ക ലോകശക്തിയായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോഴും ഇന്ത്യ എന്ത് ചെയ്യുമായിരുന്നു? ഇന്ത്യ ഇവിടെ ഗിനി പന്നികളെപ്പോലെ ബ്രിട്ടീഷുകാരൻ തെണ്ടിയുടെ അടിമകളായിട്ട് നമ്മൾ കഴിയുമായിരുന്നു. ബ്രിട്ടീഷുകാരൻ തെണ്ടി, അവൻ അങ്ങനെ തന്നെ പറയണം. എനിക്ക് ബ്രിട്ടീഷുകാരോട് വലിയ മമതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്രിട്ടീഷ് രാജ്ഞി എന്നൊന്നും പറയാറില്ല. എന്നാൽ തിരുവിതാംകൂർ രാജ്ഞി എന്ന് ഞാൻ പറയാറുണ്ട്. ഇവിടെയുള്ള രാജ്ഞിയോട് എനിക്ക് ബഹുമാനമുണ്ട്. അല്ലാതെ ഇവിടെയുള്ള സുഡാപ്പികൾ പറയുന്നത് പോലെ തിരുവിതാംകൂർ രാജ്ഞി സവർണ്ണ മാടമ്പി എന്നൊന്നും ഞാൻ പറയാറില്ല. ഇവിടെയുള്ള രാജ്ഞിയോട് എനിക്ക് ബഹുമാനമുണ്ട്. അതേസമയം ബ്രിട്ടീഷ് രാജ്ഞി എന്ന് ഞാൻ പറയാറില്ല. ബ്രിട്ടീഷ് രാജ്ഞി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണീര് പൊഴിക്കാറുമില്ല, ചാവട്ടെന്ന് വിചാരിക്കും. അത്രയ്ക്കുള്ള മഹാമനസ്കതയൊന്നും എനിക്കില്ല. ചിലപ്പോൾ ഞാനൊരു സങ്കുചിത ചിന്താഗതിക്കാരനെ കൊണ്ടായിരിക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ എന്നോട് ക്ഷമിച്ചേക്കണേ. എന്ത് തന്നെയല്ലാലും നമ്മൾ അടക്കി വാണിരുന്ന ഈ ബ്രിട്ടീഷുകാർ ആ സമയം അമേരിക്ക ലോകശക്തിയാകുന്ന സമയം നമ്മളെ ഗിനിപ്പന്നികളെ പോലെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വേൾഡ് വാർ 2 കഴിഞ്ഞു. 1947 നമ്മളെന്തായി? സ്വതന്ത്രമായി. നമ്മുടെ രാജ്യം സ്വതന്ത്രമായ ശേഷം നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചത്? സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യം, ആ രാജ്യത്ത് ഒന്നുമില്ല. അതായത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് അപ്പോൾ ഒന്നുമില്ല. എല്ലാം ബ്രിട്ടീഷുകാരൻ തെണ്ടി ഊറ്റിക്കൊണ്ടുപോയി. നമ്മുടെ അടുത്ത് നിന്ന് അവൻ ഊറ്റിക്കൊണ്ട് 17-ാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ GDPയുടെ 42% സംഭാവന ചെയ്തിരുന്ന രാജ്യമാണ് എൻ്റെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് ഭാരതം എന്ന് പറയുന്ന ഈ ഭൂമി. 42% സായിപ്പന്മാരെ പിടുക്ക് വിറയ്ക്കുമായിരുന്നു ഇന്ത്യ
എന്ന് കേൾക്കുമ്പോൾ ഇവിടുത്തെ കുരുമുളക് അടിച്ചുകൊണ്ട് പോകാനാണ് അവന്മാർ ഇവിടെ വന്നിട്ട് നമ്മളുമായിട്ട് ട്രേഡ് ഡീലൊക്കെ ഉണ്ടാക്കിയത്. കാരണം അവന് അവിടെ തണുപ്പ് സമയത്ത് കിടുകിടാവൻ വിറയ്ക്കും. അപ്പോൾ ഇറച്ചി സംസ്കരിക്കാൻ അവിടെ ഇതൊക്കെ ആവശ്യമായിരുന്നു, അതായത് സ്പൈസസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇന്ന് എങ്ങനെയാണോ സൗദി അറേബ്യയ്ക്ക് പെട്രോൾ അതുപോലെയായിരുന്നു നമ്മുടെ രാജ്യത്ത് ഞാൻ സ്പൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പൈസസ് അടിച്ചുകൊണ്ട് പോകാൻ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് വന്ന് നിന്നവന്മാരാണ് ഇവന്മാരൊക്കെ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, ശശി തരൂർ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്ര ഗംഭീരമായിരുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ആ രാജ്യം ഈ ഗതിയിലേക്ക് ഇവന്മാർ കൊണ്ടെത്തിച്ചു. അതായത് ആ രാജ്യത്തെ പിഴിഞ്ഞ് ചണ്ടിയാക്കി ഉപേക്ഷിച്ചു. അങ്ങനെയുള്ളൊരു രാജ്യമായി 1947 നമ്മൾ മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാശ്ചാത്യ രാജ്യങ്ങൾ നോക്കുമ്പോൾ എന്താണ്, ഇവന്മാർ കൊള്ളാം, ഇവന്മാർക്ക് സിവിക് സെൻസ് എന്ന് പറയുന്ന സാധനമില്ല. അങ്ങനെ നമ്മളെ മാറ്റിയെടുത്തു ബ്രിട്ടീഷുകാരൻ. അങ്ങനെ സിവിക് സെൻസ് എന്ന് പറയുന്ന സാധനമില്ല. ഇവന്മാരെ നമുക്ക് ഗിനി പന്നികളെ പോലെ ഉപയോഗിക്കാം. കാരണം ഈ ലോകത്ത് കിടക്കുന്ന സകല മരുന്ന് പരീക്ഷണങ്ങളും എന്തെങ്കിലും തിന്നാനുണ്ടെങ്കിൽ അതിൻ്റെ മിച്ചം വരുന്ന വേസ്റ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് ഇട്ടുവിടാം, അവർ തിന്നോളും എന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മുടെ രാജ്യത്തെ ഇവന്മാർ ട്രീറ്റ് ചെയ്തിരുന്നത്. അതായത് ഈ ലോകത്ത് എന്തെങ്കിലും തിന്നാനുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ്, ഉദാഹരണത്തിന് ഗോതമ്പ് വിളവെടുക്കുമ്പോൾ ആ ഗോതമ്പിൻ്റെ വേസ്റ്റായിട്ടുള്ള മൈദ കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇട്ടോ, അവന്മാർ പൊറോട്ട അടിച്ച് തിന്നോളൂ അവന്മാർ എന്ന് പറയാം. അതാണ് നമ്മളിപ്പോൾ നമ്മളെ ദേശീയ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ തിന്നോളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കൊളോണിയൽ ചിന്താഗതി ഇവന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. പോലെ തന്നെ നമ്മുടെ തൊലി കറുത്തിട്ടാണല്ലോ, തൊലി കറുത്തവന്മാരെ ഇവന്മാർക്ക് കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നു. അതിനകത്ത് റേഷിസത്തിൻ്റെ ഈ പാസ്പോർട്ടിൻ്റെ ഇൻഡെക്സ് എടുക്കുമ്പോൾ ഇതെല്ലാം അതിനകത്ത് വരും, റേഷിസത്തിൻ്റെ എലമെൻറ്റ് കൂടെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഇവന്മാർ ട്രീറ്റ് ചെയ്യാമെന്ന് ഇവന്മാർ വിചാരിച്ചു. അങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചവന്മാർ എന്ത് ചെയ്തു, ആ സമയത്ത് നമ്മുടെ വിദേശ നയം നോക്കി. ആ സമയത്ത് നമ്മുടെ വിദേശ നയം എന്ന് പറയുന്നത് ചേരിചേരാ നയമായിരുന്നു, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, ചേരിചേരാ നയം. അതായത് നമ്മൾ അവിടെയുമില്ല ഇവിടെയുമില്ല. അതായത് ആ സമയത്ത് രണ്ട് പ്രബല ശക്തികളായിരുന്നു US അഥവാ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, അതായത് ഇപ്പോഴത്തെ റഷ്യ, ഇപ്പോൾ പിളർന്നു പോയല്ലോ, ഇപ്പോഴത്തെ റഷ്യ അന്നത്തെ സോവിയറ്റ് യൂണിയൻ. ഈ രണ്ട് ചേരികൾ, അതായത് ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഈ രണ്ട് ചേരികളിൽ ഏതെങ്കിലും ചേരിയുടെ മുന്നിൽ ചെന്ന് കുനിഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് ആ സമയത്ത് കാണാൻ സാധിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു ചേരിയിൽ നീ ചേർന്നാൽ മാത്രമേ നിന്നെ വിശ്വസ്തനായിട്ട് ലോക രാജ്യങ്ങൾ കണക്കാക്കുള്ളൂ. പക്ഷേ നമ്മുടെ രാജ്യം ഒരുത്തൻ്റെ മുമ്പിലും കുനിഞ്ഞു നിൽക്കാനായിട്ട് തയ്യാറായില്ല. അതുകൊണ്ട് നമ്മുടെ ചേരാ നയം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുത്തു. അങ്ങനെ നിലപാടെടുത്ത്, കാരണം ആ സമയം മുതലേ നമ്മൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാണ്. അതിനകത്തൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതിലോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി ചേരാ നയം എന്ന് പറഞ്ഞൊരു ഡീലെടുത്തു. അങ്ങനെ ഡീലെടുത്ത നമ്മളെ വെസ്റ്റ് അഥവാ പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു വിശ്വസ്ത പങ്കാളിയായി കണക്കാക്കി. അതായത് യുഎസുമായി ബന്ധമുള്ള രാജ്യങ്ങളടുത്ത് നമ്മൾ പോകുമ്പോൾ അവരെന്ത് വിചാരിക്കും, ഇവൻ ചേരുന്നില്ല, ഇനിയിപ്പോൾ ഇവൻ റഷ്യയുടെ കൂടെ ആയിരിക്കുമോ. റഷ്യയുടെ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ അവരെന്ത് വിചാരിക്കും, ഇവൻ ചേരുന്നില്ല, ഇവൻ ഇനി US-നെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളൊരു തോന്നൽ ഇവർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായി. അങ്ങനെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ രാജ്യത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ സംശയ ദൃഷ്ടിയോടുകൂടിയാണ് അവർ കാണുന്നത്, ഇല്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെ കാണും. അങ്ങനെ കാണുന്നത് മാത്രമല്ല, അന്ന് നമ്മൾ വളരെ പാവപ്പെട്ടവരായിരുന്നു, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. കാരണം നമ്മളെല്ലാം ഊറ്റിക്കൊണ്ട് ഇവന്മാർ പോയി, ബ്രിട്ടീഷുകാർ നമ്മളെല്ലാവരെയും ഊറ്റിക്കൊണ്ടുപോയി. അതുകൊണ്ടാണ് ടു ബി ഫ്രാങ്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ബ്രിട്ടൻ 2047 2052 ഇസ്ലാമിക രാജ്യമാവുമെന്ന് കേൾക്കുന്നുണ്ടോ, എനിക്ക് നിമ്മതിയായി, ചൂടുകാടാവട്ടെ, മുടിയട്ടെ എന്ന് മാത്രമേ ഇത് എൻ്റെ മനസ്സ് വളരെയധികം സന്തോഷിക്കുന്നു മുടിയുന്നു എന്ന് കേൾക്കുമ്പോൾ. കാരണം നമ്മുടെ രാജ്യത്ത് ഇവന്മാർ ചെയ്ത അട്രോസിറ്റീസ് അത്രയ്ക്കുണ്ട്. അതൊക്കെ എടുത്തൊന്ന് വായിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകും. ഞാൻ കുറച്ച് വികാരത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അതായത് അത്രയ്ക്ക് അട്രോസിറ്റീസാണ് ഇവന്മാർ നമ്മുടെ രാജ്യത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ നയമുള്ളത് കൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളുടെയും അടുത്ത് ചേരാത്തത് കൊണ്ട് തന്നെ വെസ്റ്റും പിന്നെ പോരാത്തതിന് ലോക രാജ്യങ്ങളും നമ്മളെ വിശ്വസ്തരായിട്ടുള്ളൊരു പങ്കാളിയായിട്ട് ആ സമയത്ത് കണക്കാക്കിയിരുന്നില്ല. ഇത് ആദ്യത്തെ കഥ. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, സാമ്പത്തികമായി നമ്മൾ പിന്നോക്കം നിൽക്കുന്നതിനാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് വേറെ ആരെങ്കിലും അപ്പുറത്ത് അല്ലെങ്കിൽ വെസ്റ്റിലോട്ടോ അല്ലെങ്കിൽ അമേരിക്കയിലോട്ടോ മറ്റ് രാജ്യങ്ങളിലോട്ടോ പോകുമ്പോൾ ഇവൻ പൈസ ഇല്ലാത്തവനാണ്, പിച്ചക്കാരനാണ്, ഇവൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമോ, ഇവൻ നമ്മുടെ രാജ്യത്ത് തന്നെ പറ്റിക്കൂടാനുള്ളൊരു സെറ്റപ്പാണോ എന്നൊരു തോന്നൽ കൂടെ അവർക്കിടയിൽ പടർന്നു പിടിച്ചു. സ്വാഭാവികമായിട്ടും അങ്ങനെ പടർന്നു പിടിച്ചതിൻ്റെ കാരണം നമ്മുടെ ഭരണമാണ്, ബ്രിട്ടീഷ് ഭരണമാണ്. അതിനു മുമ്പ് നമ്മളെ ഭരിച്ച പല ആൾക്കാരും നമ്മളെ ഭരിച്ചു മുടിച്ചത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണ് ഭരിച്ചു മുടിച്ചത്? നമുക്കിടയിൽ തന്നെ നമുക്കൊരു ഐക്യമില്ലാത്തത് കൊണ്ടാണ്. നമുക്കകത്തുള്ള പല പ്രശ്നങ്ങളും അതിനകത്തുണ്ട്, അതെല്ലാം നമുക്ക് സമ്മതിക്കാം. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇവന്മാർ ഭരിച്ചു മുടിച്ചതെന്ന് പറഞ്ഞാൽ ഇവന്മാർ അത്രയ്ക്ക് അട്രോസിറ്റിയാണ് കാണിച്ചത്. അങ്ങനെ ഭരിച്ചു മുടിച്ച് നമ്മൾ പിച്ചക്കാരായി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇനി തിരിച്ചു വരുമ്പോൾ കുടിയേറി പാർത്ത് കളയൂ എന്നുള്ളൊരു തോന്നൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫലസ്തീൻകാരെ ഒരു രാജ്യത്തും കയറ്റില്ല. എന്തുകൊണ്ടാണ് ഫലസ്തീൻകാരെ രാജ്യത്ത് കയറ്റാത്തത്? അവന്മാർ വരുമ്പോൾ വെടിവെച്ച് വീഴ്ത്തുകയാണ് പല രാജ്യങ്ങളും. അതായത് കുടിയേറ്റക്കാർ ഇവിടെ വേണ്ട എന്നാണ് പറയുന്നത്. കാരണം വന്നു കഴിഞ്ഞാൽ തിരികെ പോകില്ല. പോരാത്തതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ വലിയൊരു ജനസംഖ്യയായി മാറിയിട്ട് ആ രാജ്യത്ത് ശരിയായ നിയമം വേണമെന്ന് പറയും. എന്തിനാണ് വെറുതെ തലവേദന? അപ്പോൾ ആ ഒരു ഇമേജ് അന്ന് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമേജ് ഇല്ല. അതായത് നമ്മൾ അവിടെ വന്നിട്ട് തിരിച്ചു പോകാതെ വന്ന പോരാത്തതിന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള
രാജ്യം, അവിടെ എല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ അവകാശമെല്ലാം അവർ കവർന്നെടുത്താലോ എന്നൊരു തോന്നൽ കൂടെ ഇവർക്കിടയിൽ ഉണ്ടായി. അങ്ങനെ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞുപോയി. അത് കഴിഞ്ഞ് 1980 മുതൽ 2000 വരെ ഇന്ത്യയുടെ ക്രൂഷ്യൽ കാലഘട്ടമായിരുന്നു. കാരണം ഇന്ത്യക്ക് ലിബറലൈസേഷൻ, അതായത് എക്കണോമിക് റിഫോംസ് ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു ആ സമയം എന്ന് പറയുന്നത്. ആ സമയം ഇന്ത്യയുടെ IT മേഖല വളർന്നു, വിദേശ തൊഴിൽ വർദ്ധിച്ചു. ആ സമയത്ത് നമുക്ക് പാസ്പോർട്ടിൻ്റെ ഉപയോഗം വ്യാപകമായി വന്നു. വിദേശ തൊഴിലും IT മേഖലയും വളർന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പാസ്പോർട്ട് വേണം, അതിൻ്റെ ഉപയോഗം വ്യാപകമായിട്ട് വന്നു. അതിനുശേഷം ഇന്ത്യക്കാർ തൊഴിൽ തേടുന്നതിനായിട്ട് പല രാജ്യങ്ങളിലും വ്യാപകമായിട്ട് പോകാൻ തുടങ്ങി. എങ്കിലും തൊഴിൽ തേടി വരുന്ന നമ്മളെ ഒരു കുടിയേറ്റ തൊഴിലാളിയായി മാത്രമേ ഇവർ അംഗീകരിച്ചിട്ടുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും പാസ്പോർട്ടിന് മൈഗ്രേഷൻ റിസ്ക് എന്ന് പറഞ്ഞൊരു സാധനം യുവമാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് യുവമാർ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോവില്ല. മൈഗ്രേഷൻ റിസ്ക് ഉള്ള പാസ്പോർട്ടായിരുന്നു നമ്മുടെ പാസ്പോർട്ട് ആ സമയത്ത്. ഇനി 2000 മുതൽ 2014 വരെയുള്ള കാലഘട്ടം. ഈ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഗ്ലോബൽ IT പവറായിട്ട് നമ്മുടെ രാജ്യം വളർന്നു. ഗ്ലോബൽ IT പവറായിട്ട് നമ്മളെ രാജ്യം വളർന്നു കഴിഞ്ഞ ശേഷം എന്ത് സംഭവിച്ചു? ഇൻഫോസിസ്, ടാറ്റ, VISA, മൈക്രോസോഫ്റ്റ് പോലുള്ള വൻകിട കമ്പനികളിൽ ഇന്ത്യക്കാർ നമ്മൾ ആരാണ്, നമ്മുടെ തല എന്താണ്, നമ്മുടെ പവർ എന്താണ് എന്നതിനെക്കുറിച്ച് എന്ന് കാണിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ്, അതായത് നിലവിലുള്ള സമയത്ത്, ഈ സമയത്ത് ട്രംപ് H1B വിസയൊന്നും നിരോധിക്കാത്ത, അല്ലെങ്കിൽ അതിന് $1,00,000 വേണം ഇനി H1B വിസ കിട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ ആൾക്കാർക്കെന്ന് പറയുന്നു. അപ്പോൾ അവിടെയുള്ള കോർപ്പറേറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ 70% ആൾക്കാരും കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇന്ത്യക്കാരാണ്. ഇവർക്ക് വിസ കൊടുക്കാതിരുന്നാൽ നമ്മൾ തെണ്ടി പോവില്ലേ, എന്തോന്നെടുത്തിട്ട് സ്വനത്തും എന്നാണ് ട്രംപിനോട് ഇവർ പറഞ്ഞത്. ഈ 70% ആൾക്കാർ ഇനി തിരിച്ച് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇപ്പോൾ സോഹോ പോലെയുള്ള പല കമ്പനികളും വന്നു കഴിഞ്ഞു, ഒരു എക്കണോമിക് ബൂം അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ ബൂം ഇവിടെ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ആദ്യത്തെ സമയത്ത് നമ്മൾ കുറച്ച് കഷ്ടപ്പെടും, കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോൾ ഇവരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും. ഒരു ഞെരുക്കം തുടക്കത്തിലുണ്ടാകും. ഒരു 5-6 വർഷത്തിനകം ഈ ഞെരുക്കം മാറി അമേരിക്കയിലെ സിലിക്കോൺ വാലി പോലെ നമ്മുടെ രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളും ശക്തിപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ട്രംപിനോട് പറഞ്ഞ് ചെയ്യരുത്, ഇന്ത്യക്കാരുടെ ബുദ്ധി വേറെ ആർക്കുമില്ല, കാരണം പണി അവരെ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാൽ അവിടെ പണിക്കാരുടെ ആവശ്യം ഇപ്പം നല്ലതുപോലെ ഉണ്ട്, അത് കൂടും, അതുകൊണ്ട് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2000 മുതൽ 2014 വരെയാണ് ഈ IT മേഖലയിൽ നമ്മൾ അതിഭീകരമായിട്ട് വളർന്നത്. IT മേഖലയിൽ അതിഭീകരമായിട്ട് വളർന്നു കഴിഞ്ഞ ശേഷം ഇന്ത്യക്കൊരു പ്രതിച്ഛായ കിട്ടി. വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകളാണ് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കുടിയേറി പാർക്കാനായിട്ട് വരുന്നത് എന്നുള്ളൊരു തോന്നൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഉണ്ടായി. പക്ഷേ അന്നും നമ്മുടെ പാസ്പോർട്ടിന് വലിയ വിലയൊന്നുമില്ല. പാസ്പോർട്ടിന് വിലയില്ല എന്ന് പറയുന്നത് പാസ്പോർട്ടിൻ്റെ ആ ഒരു നെഗോസിയേഷൻ പവർ കൂട്ടാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കാത്തത് കൊണ്ടാണ്. ഉദാഹരണത്തിന് അന്ന് നമ്മൾ ചേരിചേരാ നയമാണ്, നമ്മളൊന്നിനുമില്ലേ എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്ത്യക്ക് ജിയോ പൊളിറ്റിക്കൽ അഗ്രസീവ് സ്ട്രാറ്റജി ഇല്ലായിരുന്നു. ജിയോ പൊളിറ്റിക്കലായിട്ട് അഗ്രസീവായിട്ട് പല രാജ്യങ്ങളെയും എതിർത്ത് നിന്ന് പല കാര്യങ്ങളും അഭിപ്രായം വെട്ടി തുറന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടത് ഇവിടെ കിട്ടണം എന്ന് പറയണം. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എവിടെ എത്തിയാലും അവിടെ നമ്മുടെ പൗരന്മാരാണ്. ഒരാളെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ തൊട്ടവനെ വെട്ടും എന്നുള്ളൊരു നിലപാടെടുക്കണമായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യക്കാർ എവിടെ കുടുങ്ങിക്കിടന്നാലും നരേന്ദ്രമോദി സർക്കാർ അവരെ എന്ത് ചെയ്തിട്ടാലും തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അത് ഒരു ഇന്ത്യക്കാരനായാലും ശരി തന്നെയാണ്. എന്ത് കൊനിഷ്ട് ചെയ്തിട്ടായാലും നരേന്ദ്രമോദി സർക്കാർ അവരെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. എത്രയോ നേഴ്സസ് ഇവിടെ മിഡിൽ ഈസ്റ്റിൽ കുടുങ്ങിക്കിടന്നു, അവരെല്ലാം തിരിച്ചു, യമനിലടക്കം കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണെങ്കിൽ ഹൂത്തി തീവ്രവാദികളോട് സംസാരിച്ചിട്ടാണ് അവരെല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ പല ആൾക്കാരും യുക്രൈനിൽ നമ്മുടെ ആൾക്കാർ കുടുങ്ങിക്കിടന്നു. യുക്രൈനിൽ നമ്മുടെ ആൾക്കാർ കുടുങ്ങിക്കിടന്നപ്പോൾ പാകിസ്ഥാൻ ആ സമയത്ത് ആൾക്കാരെ നോക്കി പറഞ്ഞ് അവിടെ കടന്ന് ചത്തോ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ കൊടിയിലെ തണലിലാണ് ഇവരും കൂടെ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നു കഴിഞ്ഞ ശേഷം 2014 ശേഷമുള്ള സുവർണ കാലഘട്ടമാണ്. യവനെപ്പോലെയുള്ള കേട്ട് വാണാലുകൾക്കെല്ലാം ഇന്ത്യക്കെതിരെ തല പൊക്കാനായിട്ട് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ സാധനം തുറന്നങ്ങ് ഇട്ടുകൊടുത്ത്. അതുകൊണ്ടാണ് ഇവനൊക്കിപ്പോൾ ലോക രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ച് വീഡിയോ എടുത്ത് സ്വനത്തുന്നത്. പ്രധാനമായിട്ടും അതാണ്. കോൺഗ്രസിൻ്റെ കാലത്തായിരുന്നെങ്കിൽ 14 രൂപയ്ക്ക് 29 GB കിട്ടും. പോയിരുന്നിങ്ങനെ ചുരണ്ടുമ്പോൾ മെസ്സേജ് വരും, അയ്യോ അത് അങ്ങനെ ചുരണ്ടല്ലേ, കൈയുടെ ഇടയിൽ ക്യാൻസർ വരും എന്നുള്ള മെസ്സേജ്, ഫേക്ക് മെസ്സേജ് വേറെ വരും. അപ്പോൾ അങ്ങനെ 29 GB 14 രൂപയ്ക്ക് ചുരണ്ടി ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ആ കാലഘട്ടത്തിലേ ഉള്ളതാണ്. ചിലപ്പോൾ ഇത് ജെൻസിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകണമെന്നില്ല. ആ സമയത്ത് ഈ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഡിജിറ്റൽ ഇന്ത്യ എന്നാൽ പിടിച്ചോ എന്ന് പറഞ്ഞ് വളരെ വലിയ സാധ്യതകളാണ്. ലോകത്ത് പറന്ന് സഞ്ചാരം, അത് ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് ലോകം കാണാനുള്ള സാധ്യതയാണ് ആ സമയത്ത് ഉണ്ടാക്കി തന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് ലോകത്തിലെ പല കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കണം. അതിന് എനിക്ക് സഞ്ചരിച്ച് അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആവശ്യകതയില്ല. ലോക വിവരങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാൻ സാധിക്കും. കുറച്ച് മൂള കൂടെ ഉണ്ടെങ്കിൽ അനലൈസ് ചെയ്ത് അത് എടുക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ തുറന്നു കൊടുത്തു. അതുകൊണ്ടാണ് ഇവരൊക്കെ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത്. ഞാനടക്കം അതുകൊണ്ടാണ് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത്, തുറന്നു പറയാമല്ലോ. ടു ബി ഫ്രാങ്ക്, ഞാൻ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ എത്ര പേര് ജീവിക്കുന്നുണ്ട്, മാർക്കറ്റ് ചെയ്ത് എത്ര പേര് ജീവിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളൊരു കട തുടങ്ങുകയാണെങ്കിൽ പോലും പണ്ട് ആ കടയ്ക്ക് നിങ്ങൾ പരസ്യം കൊടുക്കണം. പരസ്യം എത്ര പേരിൻ്റെ അടുത്തേക്ക് എത്തും? ഇന്ന് ഒരു പാടുമില്ല. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ
ഒരു വീഡിയോ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങിയിട്ട് നിങ്ങളൊരു സർബത്ത് കട തുടങ്ങി. ആ സർബത്ത് കടയിൽ ഒരു റീൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ മതി. മില്യൺ ആൾക്കാർ ആ റീൽ കൊള്ളാമെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് കാണും. നിങ്ങൾ ഒരു കട ഒരു സ്ഥലത്ത്, ആരും അറിയാത്തൊരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ റീൽ കാണുന്നത് ചിലപ്പോൾ 10 ലക്ഷം പേരായിരിക്കും. അപ്പോൾ അത്രയും കച്ചവടം അവിടെ വരാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് കൂടുന്നത്. അപ്പോൾ അത്ര ഗംഭീരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഇവന്മാർക്കൊക്കെ കുത്തിക്കഴപ്പ്, അയ്യോ ഇന്ത്യ പോരാ, ഞോ ഇന്ത്യ പോരാ, ഇന്ത്യ മോശമാണ് എന്നുള്ള രീതിയിലുള്ള കുത്തിക്കഴപ്പ് വരുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇന്ത്യയുടെ ആഗോള ഇമേജ് മെച്ചപ്പെട്ടത്. ആഗോള ഇമേജ് ഇന്ത്യക്ക് അപ്പോഴാണ് മെച്ചപ്പെട്ടത്. എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതാണ്. അതായത് അന്തർദേശീയ ദൗത്യത്തിൽ പല ദൗത്യങ്ങളിലും ഇന്ത്യ സജീവമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി. മോദി ലോകമെമ്പാടും യാത്ര ചെയ്ത്, ടൂർ പോകുന്നു എന്നാണ് പറഞ്ഞിരുന്നത്, ലോകമെമ്പാടും യാത്ര ചെയ്ത് ഇന്ത്യക്ക് ഒരു ഇമേജ് ഉണ്ടാക്കി തന്നു. പോരാത്തതിന് വസുദൈവ കുടുംബകം എന്ന ആശയം അന്താരാഷ്ട്ര വേദികളിൽ ഇദ്ദേഹം പ്രചരിപ്പിച്ചു. അതിനോടൊക്കെ വലിയ പുച്ഛമാണ് കേട്ടോ. സുഡാപ്പികൾക്ക് പ്രത്യേകിച്ച് വലിയ പുച്ഛം. എന്നാൽ സൗദി രാജാവിൻ്റെ മുമ്പിൽ പോയി കണ്ട ഹുസൂർ എന്ന് പറഞ്ഞ പോലെ കുഞ്ഞിഞ്ഞിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഈ വസുദൈവ കുടുംബകം എന്ന ആശയം അന്താരാഷ്ട്ര വേദികളിൽ നരേന്ദ്രമോദി പ്രചരിപ്പിച്ചു. ഗ്ലോബൽ സമ്മേളനത്തിൽ G20, ബ്രിക്സ്, ക്വാഡ് മുതലായ ഇന്ത്യയുടെ നിലപാട് ശക്തമായിട്ട് മുന്നോട്ട് വെച്ച് നമുക്ക് കിട്ടണം, അതിന് ഏവം പറഞ്ഞാലും ശരിയേനെ നമുക്ക് കിട്ടിയിരിക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇന്ത്യൻ പ്രധാനമന്ത്രി കൊണ്ടുവന്നു. ഇനി ഇന്ത്യയുടെ GDP 5 ട്രില്യൺ ആയിട്ട് ഉയർത്താനുള്ള ശ്രമത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ബ്രിട്ടനെ മറികടന്നു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. പല രാജ്യങ്ങൾക്കും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കേണ്ടത് അവരുടെ ആവശ്യമായി മാറി, നമ്മുടെ ആവശ്യമില്ല, അവന്മാരുടെ ആവശ്യം. കാരണം നമ്മളൊരു ഹ്യൂജ് മാർക്കറ്റ് ഫോഴ്സാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ വിപണി പോയി കഴിഞ്ഞാൽ പോയി. ഉദാഹരണത്തിന് ഇപ്പോൾ പബ്ജി ഇവിടെ നിരോധിച്ചപ്പോൾ അവന്മാർ പേര് മാറ്റി ബാറ്റിൽ ഫീൽഡ് അങ്ങനെ എന്തോ ഒരു സപ്പോർട്ട് BGI ആയിട്ട് തിരിച്ചു വരുന്ന സാഹചര്യം. കാരണം 140 കോടി ജനങ്ങളുടെ ഈ ഒരു മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ കച്ചവടം. പറഞ്ഞാൽ ഇത് നമുക്ക് പർച്ചേസിങ് പവറുണ്ട്. ആ പർച്ചേസിങ് ഇവിടെയുള്ള കൊച്ചു പിള്ളേരയിൽ തന്നെ ഇപ്പോൾ ഇരിക്കുന്ന BYDയും BMW ഒക്കെയാണ്. ആ ഇൻഫ്ലുവൻസർമാർ, ബ്ലോഗർമാർ, ഇവരൊക്കെ എടുക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു പർച്ചേസിങ്, ഞാൻ അധ്വാനിക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ചുമ്മാ വീട്ടിൽ മാനം നോക്കി എനിക്കിപ്പോൾ മാനവും പൊത്ത് വാരിയും പൊത്ത് എന്തെങ്കിലും വരും എന്ന് വിചാരിക്കുന്നവരുടെ കാര്യമല്ല, അധ്വാനിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ചില ആൾക്കാരുണ്ടല്ലോ, അതുകൂടെ പറഞ്ഞിട്ട് ബാക്കി പറയാം. ചില ആൾക്കാരുണ്ട് പണക്കാരെയൊക്കെ നോക്കിയിട്ട് ഈ പൈസയൊക്കെ ഇയാൾ എന്ത് ചെയ്യുന്നു, പാവപ്പെട്ടവരെ സഹായിച്ചൂടെ, ആരാണ് ആ പാവപ്പെട്ടവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ആ പാവപ്പെട്ടവൻ എന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചല്ല, ഞാൻ ജോലി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് അത്രയ്ക്ക് വലിയ പർച്ചേസിങ് പവറാണ് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്കുള്ളത്. അതുകൊണ്ട് അവരുടെ ആവശ്യമാണ് നമ്മളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. പോരാത്തതിന് പല രാജ്യങ്ങൾക്കും ഇന്ത്യയുമായി ഇപ്പോൾ ബന്ധം സ്ഥാപിച്ചു തുടങ്ങി. ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളിൽ കൂടുതൽ വ്യാപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സൗദി, UAE, ഇസ്രായേൽ, ജപ്പാൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവ വ്യത്യസ്തമായിട്ടുള്ള കരാറുകൾ നമ്മുടെ രാജ്യവുമായി ഒപ്പുവെച്ചു. നേരിട്ട്, അതായത് ഈ കരാറുകളിൽ ചിലത് നേരിട്ട് പാസ്പോർട്ട് സൗകര്യങ്ങൾക്ക് കാരണമായി. നേരിട്ട് അവിടെ പാസ്പോർട്ട് പിന്നെ എന്തിനു പറയുന്നു, ഇപ്പോൾ പല GCC രാജ്യങ്ങളിൽ നമ്മുടെ UPA സംവിധാനം ഉണ്ടെന്നേ. നമ്മുടെ UPA സംവിധാനം എന്ന് അമേരിക്കയ്ക്കില്ല നമ്മുടെ രീതിയിലുള്ള UPA സംവിധാനം. നമുക്കിവിടെ നേരിട്ടുള്ള UPA സംവിധാനം അതായത് നരേന്ദ്രമോദി ഇത് പല രാജ്യങ്ങളിലും പോയി, ലിറ്ററലി അങ്ങനെ തന്നെ പറയണം, പല രാജ്യങ്ങളിലും പോയി നമ്മുടെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനമാണിത്. പല രാജ്യങ്ങളിലും പോയി നമ്മുടെ UPA പോലും അവിടെ സ്ഥാപിച്ചു. അതായത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ പേയിൽ ചുരണ്ട, അതാണ് UPA എന്ന് ഞാൻ പറഞ്ഞത്. ആ സെറ്റപ്പ് അവിടെ ഉണ്ട് പല രാജ്യങ്ങളും. ഇന്ത്യയിൽ മാത്രമല്ല ഇതുള്ളത്. ഇന്ത്യയിൽ അത് കൊണ്ടുവന്നപ്പോൾ ഇവറ്റകൾ പറഞ്ഞത് ഇന്ത്യയിലും കൊണ്ടുവരുന്നു ഡിജിറ്റൽ ഇന്ത്യ. ഏതെങ്കിലും പച്ചക്കറി കച്ചവടക്കാരൻ്റെ അടുത്ത് ഏതെങ്കിലും കുഗ്രാമത്തിൽ പോയി അവിടെ നെറ്റുണ്ടോ, ഫോണുണ്ടോ, അവരുടെ കയ്യിൽ QR കോഡുണ്ടോ എന്ന് പറഞ്ഞവന്മാരൊക്കെ ഇപ്പോൾ വായിൽ വിരൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിച്ചു. ഇതൊക്കെ 10 കൊല്ലം കൊണ്ട് നടന്ന കാര്യമാണ്. വെറും 10 കൊല്ലത്തിലാണ് ഇത്ര ആക്റ്റീവായിട്ട് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ 60 കൊല്ലം കൊണ്ട് കോൺഗ്രസിൻ്റെ കാലത്ത് വളർച്ച ഉണ്ടായില്ലെന്ന് പറയുന്നില്ല, പക്ഷേ അഴിമതിയുടെ കൂടാരമായിരുന്നു. പോരാത്തതിന് സ്വജനപക്ഷപാതം, പോരാത്തതിന് അമേരിക്കയുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് തുറന്നു പറയാതെ വയ്യ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചിദംബരം പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം. ചിദംബരം എന്താ പറഞ്ഞത്, 26/11 അതായത് താജ് അറ്റാക്ക് നടന്നപ്പോൾ നമ്മൾ തിരിച്ചടിക്കാൻ പോയതാണ്, അപ്പോൾ അമേരിക്ക വന്ന് വരട്ടെ, അതുകൊണ്ട് നമ്മൾ തിരിച്ചടിച്ചു. ഉടനെ ഹൈക്കമാൻഡ് വിളിച്ച് പറഞ്ഞ ഇടയിൽ മിണ്ടായിടേ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പം നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത്, അമേരിക്ക പോറ പുല്ലേ എന്നാണ് പറയുന്നത്. അതായത് പോയി മാമിക്ക് മാവാട്ടറ വേലയെ പാറ, അങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ജനിതക മാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കണമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ആ പഞ്ചായത്ത് ഗ്രൗണ്ട് പോയി 2 റൗണ്ട് ഓടി, എന്നിട്ട് അപ്പുറത്ത് പോയി മമ്മട്ടി എടുത്ത് 2 കിളകളാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് 10 കൊല്ലത്തിലാണ് ഇത്രയും സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അമേരിക്ക 170 കൊല്ലമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കി ലോകശക്തിയായി. നമ്മൾ 70 കൊല്ലം കഴിഞ്ഞു ഈ ഭാരതം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ ഇപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത്
ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ഈ 2014 ശേഷം. അതിൻ്റെ മാറ്റം പ്രകടമാണ് പല സ്ഥലത്തും. പിന്നെ യവന്മാർക്ക് മതം വളർത്താൻ പറ്റാത്തതുകൊണ്ട് യവന്മാർ എന്ത് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഈ ഭരണം പോരാ എന്ന് പറയുന്ന സംഭവമേ ഉള്ളൂ. രാജ്യത്ത് എന്ത് നല്ലത് കൊണ്ടുവന്നാലും യുവമാർ എതിർക്കും. ഇന്ത്യൻ പട്ടാളത്തിന് യുവമാർക്ക് എതിർപ്പാണ്, ഇന്ത്യൻ പോലീസിന് എതിർപ്പാണ്, നിയമവ്യവസ്ഥയെ എതിർപ്പാണ്, സുപ്രീം കോടതി എതിർപ്പാണ്, എന്തിനു പറയുന്നു സ്കൂൾ യൂണിഫോമിനെ പോലും യുവമാർക്ക് എതിർപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അങ്ങനെ ഒരു സെറ്റപ്പ് നരേന്ദ്രമോദി കൊണ്ടുവന്നു. പിന്നെ ഇന്ത്യൻ ബ്രാൻഡിനെ ഉയർത്തി. ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചു. മെയ്ക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ, ചന്ദ്രയാൻ തുടങ്ങിയ സംരംഭങ്ങൾ ലോകത്തെ വലിയ രീതിയിൽ പിടിച്ചു കുലുക്കി. പോരാത്തതിന് ഇതെല്ലാം പാസ്പോർട്ടിൻ്റെ ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. 10 കൊല്ലം ആ പാസ്പോർട്ടിൻ്റെ ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വർദ്ധിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് ഈ ഒരു രീതിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നതെങ്കിൽ യവന്മാരെയൊക്കെ തൂക്കി അടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യം ഇങ്ങനെ വളരുമ്പോൾ ആ രാജ്യത്തിൻ്റെ കൂടെ നിന്ന് രാജ്യത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള വസ്തുതകളൊക്കെ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവമായിരുന്നു, നമ്മളെ ഇവർ ഭരിച്ചു മുടിച്ചതാണ്, നമ്മളെ ഈ ഒരു ലൂപ്പിൽ യവന്മാർ കൊണ്ടിട്ടതാണ് യവന്മാർക്ക് വളരാൻ വേണ്ടി എന്ന് മനസ്സിലാക്കി ഇന്ത്യൻ പാസ്പോർട്ടിനെ കുറ്റം പറയാതെ, അറ്റ്ലീസ്റ്റ് അതിനെ അനുകൂലിക്കേണ്ട, കുറ്റം പറയാതെങ്കിലും ഇരുന്നൂടെ. അതായത് നമ്മുടെ രാജ്യം ഒരു സൈഡിൽ നിന്ന് കരിപ്പിടിപ്പിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് വളർന്ന് പോകുമ്പം അതുപോരാ ഇതുപോരാ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അപ്പുറം വളരും. അപ്പോഴും അവന്മാർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും നമ്മുടെ രാജ്യം. അതിൻ്റെ പ്രധാനപ്പെട്ട ഞാൻ തുടക്കത്തിൽ നിന്ന് പറഞ്ഞു വന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ രാജ്യം ഒരു കോളനിയായിരുന്നു, ബ്രിട്ടീഷ് കോളനിയായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ രാജ്യം ചണ്ടിയാക്കി നമ്മുടെ രാജ്യത്തെ ഇട്ടിരുന്നു. അവിടെ നിന്നും നമ്മുടെ രാജ്യത്തിന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നമ്മളോടുള്ള ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് പിന്നെ 60 കൊല്ലത്തെ കോൺഗ്രസ് ഭരണം, അതിൽ പല മാറ്റങ്ങളും ഉണ്ടായി. എങ്കിലും പല രീതിയിലുള്ള അഴിമതിയും കാരണങ്ങളും എല്ലാം ഉണ്ടായി. നമ്മൾ പല ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്തു, അവരുടെ നിലപാട് നമ്മുടെ നിലപാടാക്കുന്ന കാഴ്ച കണ്ടു. ഇപ്പോൾ 2014 ശേഷമാണ് ഗണ്യമായിട്ടുള്ള മാറ്റം വരാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ വച്ചിട്ട് വേണം നമ്മുടെ രാജ്യത്തെ കുറ്റം പറയാൻ. അല്ല, നീയൊന്നും അനുകൂലിക്കേണ്ട, നിൻ്റെ ഒന്നും ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അനുകൂലിക്കുക എന്നുള്ളൊരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് കുറ്റം പറയാതിരിക്കണം. കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഇതെനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് അവനെ ചെന്ന് അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന, അതായത് ആ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല. വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറയുകയാണ്, നിനക്ക് പാകിസ്ഥാനിലോ അമേരിക്കയിലോ പോയി താമസിച്ചൂടെ, ഇന്ത്യ ഇത്രയ്ക്ക് മോശമാണെങ്കിൽ. പക്ഷേ അയ്യോ, അത് പറ്റില്ല, അത് നമുക്ക് പറ്റില്ല. അത് നമുക്കിവിടെ തന്നെ കഴിയണം. അത് സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഏത് രാജ്യത്ത് ഇനി ജനിക്കണമെന്ന് ആഗ്രഹം ചോദിക്കും. അദ്ദേഹം പറയും ഇന്ത്യയിൽ ജനിക്കണം. കാരണം ഇന്ത്യയെപ്പോലെ ഇത്രയധികം സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യം വേറെ എവിടെയുണ്ട്. ഇവിടെ എന്ത് തലവെടുത്തരവും കാണിക്കാം, എങ്ങനെയും നമുക്ക് ജീവിക്കാം, ഏത് ലെവലിലും നമുക്ക് പോവാം. ആ ഒരു രാജ്യത്ത് ജീവിക്കുക എന്നുള്ളത് ഒരു എന്താ പറയുക, നമുക്കൊരു അഭിമാനമാണ്. നമുക്കൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഫീലുണ്ടല്ലോ, അത് തരുന്ന ഒരു സുഖമെന്ന് പറയുന്നത് വേറെയാണെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി മേലാൽ അനുകൂലിക്കേണ്ട, പ്രതീക്ഷിക്കുന്നില്ല, ദയവ് ചെയ്ത് കുറ്റം പറയരുത്. അപ്പോൾ ശരി.